ഹലോ ഫ്രണ്ട്സ്, നിങ്ങളിപ്പോൾ ഈ കാണുന്നതാണ് കത്തൈഫ്. ഇതൊരു അറബിക് ട്രഡീഷണൽ സ്വീറ്റ് ആണ്. ഇതപ്പം നിങ്ങൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. ഇത് വെരി ടേസ്റ്റി ആൻഡ് ജ്യൂസി ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ ഡിഷാണ്. അപ്പോൾ നമുക്ക് റെസിപ്പി കാണാം. അപ്പോൾ കത്തൈഫ് പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇടണം ഒരു ബൗളിലേക്ക്. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ ഈസ്റ്റ് ചേർക്കണം. പിന്നെ 1 കപ്പ് ഇളം ചൂട് വെള്ളം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റത്തേക്ക് ഇതൊന്ന് മാറ്റി വെക്കണം. ഇതൊന്ന് പതഞ്ഞ് കിട്ടുന്നവരെ. അപ്പോൾ ഈസ്റ്റ് അവിടെ പ്രൂഫാക്കാൻ വെച്ച സമയത്ത് നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ഞാൻ 2 കപ്പ് മൈദയാണ് എടുത്തിരിക്കുന്നത്, ഓൾ പർപ്പസ് ഫ്ലോർ. അതിലോട്ട് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ചേർക്കണം. പിന്നെ 1/4 ടീസ്പൂൺ സോൾട്ട് ചേർക്കണം. ആൻഡ് 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ 5 മിനിറ്റ് ആയി. ഇനി ആ ഈസ്റ്റിന്റെ മിക്സ്ചർ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. 1/4 കപ്പ് പാല് ചേർക്കണം. ഇളം ചൂട് പാലാണ്. 1/4 കപ്പ് റവയും കൂടി ചേർക്കണം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കി എടുത്തതിന് ശേഷം ഇത് മിക്സിയിലോട്ട് മാറ്റി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നല്ലൊരു സ്മൂത്ത് പേസ്റ്റ് ആക്കണം. ഇത് നല്ലപോലെ നമ്മൾ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. റവയൊക്കെ നല്ല മിക്സായി. ഇത് ഇനി ഒരു 20 മിനിറ്റേക്ക് ഇതൊന്ന് അടച്ചു വെക്കണം. 1/4 കപ്പ് മാവാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് ജസ്റ്റ് ഒന്നിങ്ങനെ നമുക്ക് റൗണ്ട് ആക്കി കൊടുക്കാം. ഭയങ്കര വലുത് വേണ്ട, നമുക്ക് ചെറിയ പാൻ കേക്ക്സ് പോലത്തെ ആണ് വേണ്ടത്. വളരെ ചെറിയ തീയിൽ വേണം ഇടാൻ. എന്ന് വെച്ചാൽ നമ്മളിത് ഈ കത്തൈഫിനെ നമ്മൾ തിരിക്കത്തില്ല. ഇത് മേൽവശം എല്ലാം ഒന്ന് നല്ലപോലെ ഡ്രൈ ആകുമ്പോഴത്തേക്ക് നമ്മൾ ഇതിനെ അങ്ങ് കോരിയെടുക്കും. അതുകൊണ്ട് വളരെ കുറച്ച് തീയിൽ വേണം ഇടാൻ, അല്ലെങ്കിൽ അടിവശം ഭയങ്കര ബ്രൗൺ ആയി പോകും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഇവിടെയൊക്കെ നല്ല ഡ്രൈ ആയി. ഇതാ ഈ ഒരു ഭാഗം കൂടി ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഇതിപ്പോ ആയിട്ടുണ്ട്, അത് കണ്ടോ. ഇതൊരു പ്ലേറ്റിലോട്ട് നമുക്ക് മാറ്റാം. എല്ലാം ഇങ്ങനെ പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഒരു കോട്ടൺ ക്ലോത്തോ എന്തെങ്കിലും വെച്ച് ഇങ്ങനെ ഒന്ന് അടച്ചു കൊടുക്കണം. അപ്പൊ കത്തൈഫിന്റെ ബേസ് എല്ലാം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ് അതിന്റെ ഒരു ടെക്സ്ചർ. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇതേപോലെ ഇരിക്കുന്ന ഇങ്ങനെ ഹോൾസ് എല്ലാം ആയിട്ട് കാണാം. ഇത് നമുക്ക് തിരിച്ചിടണ്ട, ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് എടുക്കാം. ബാക്ക് സൈഡ് ഈ ഒരു ഗോൾഡൻ ഷെയ്ഡിലിരിക്കും. ബ്രൗൺ ഗോൾഡൻ ഷെയ്ഡിൽ നമുക്ക് ഇങ്ങനെ കിട്ടിയാൽ മതി. ഇനി ഇതിനെ ഞാൻ ഫില്ലിംഗ് ചെയ്യാൻ പോകുന്നുണ്ട്. അതിനി ഞാൻ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ 2 ടൈപ്പ് ചീസ് ഫില്ലിംഗ് ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഈ ഇപ്പം വെച്ചിരിക്കുന്നതാണ് ക്രീം ചീസ്. ഓക്കെ, ഇത് ഇങ്ങനെ സെൻട്രലായിട്ട് നമ്മൾ വെക്കുക. എന്നിട്ട് ഇങ്ങനെ ഒന്ന് മടക്കി കൊടുക്കുക. എന്നിട്ട് ഈ എൻഡെല്ലാം ഒന്ന് നല്ല പോലെ ഇങ്ങനെ ഞെക്കി ഇങ്ങനെ കൊടുക്കണം. നല്ല പ്രോപ്പറായിട്ട് സീലാക്കി വെക്കണം. രണ്ടാമത് ഞാൻ വെച്ചേക്കുന്നതാണ് മൊസറല്ല ചീസ്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ടൈപ്പ് ചീസ് ഇതിനകത്ത് വെക്കാം. ക്രീം ചീസ് അല്ലെങ്കിൽ മൊസറല്ല ചീസ് വെക്കാം. നല്ല ടേസ്റ്റാണ് 2 എണ്ണത്തിനും. എന്നിട്ട് ഇത് ഇതേപോലെ തന്നെ ഇങ്ങനെ സീൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ ഫില്ലിംഗ് ഒക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു കത്തൈഫിന്റെ. ഇനി നമുക്കിത് വറക്കാൻ വേണ്ടി പോവാം. എണ്ണ നമ്മൾ പാനിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് 2 സൈഡും ഒന്ന് നല്ല മുരിഞ്ഞ് വരുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. 2 സൈഡും നല്ല ഗോൾഡൻ കളറിലായിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. ഒരു മീഡിയം ഫ്ലെയിം, അതായത് ഭയങ്കര ലോ അല്ല എന്നാൽ മീഡിയം അല്ല, ആ ഒരു മിഡിൽ ഏരിയയിൽ വേണം വെക്കാൻ. അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അകത്ത് ചീസ് എല്ലാം പുറത്തേക്ക് ചാടിയും വരും. അതുകൊണ്ടാണ്. അപ്പൊ കത്തൈഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ ഫ്രൈ ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ മേളിലോട്ട് നമുക്ക് ഷുഗർ സിറപ്പാണ് ഒഴിക്കേണ്ടത്. നിങ്ങൾക്ക് ഇത് വറക്കുന്ന സമയത്ത് തന്നെ ഡയറക്ട്ലി സിറപ്പിലോട്ട് ഇടാവുന്നേ ഉള്ളൂ. അപ്പൊ നല്ലപോലെ അത് സോക്കായി കിട്ടും. പക്ഷെ അത് നല്ല മധുരമായിരിക്കും. ഞാൻ ജസ്റ്റ് ഇതിന്റെ മേലെ ഡ്രിസിൽ ചെയ്യുന്നേ ഉള്ളൂ. അതായത് ആവശ്യത്തിന് ഒരു മധുരം നമുക്ക് കിട്ടും കഴിക്കുമ്പോഴത്തേക്ക്. ഈ ഷുഗർ സിറപ്പ് ഞാൻ 1 കപ്പ് ഷുഗറിൽ 1/2 കപ്പ് വെള്ളവും 2 ടേബിൾ സ്പൂൺ റോസ് വാട്ടറും 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരും കൂടി ചേർത്ത് തിളപ്പിച്ചെടുത്തേക്കുന്നതാണിത്. ഇത് നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഇതിന്റെ മേളിലോട്ട്. ഷുഗർ സിറപ്പ് ഇട്ട് കൊടുത്തു. ഇനി ഇതിന്റെ മേളിലോട്ട് നമുക്ക് പിസ്താഷ്യോ, ഇത് പൊടിച്ചതാണ്, ഒന്ന് ജസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അപ്പൊ കത്തൈഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വെരി സിമ്പിൾ ആയിട്ടുള്ള ഒരു അറബിക് സ്വീറ്റ് ആണ് ഇത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടുത്തൊരു വ്ളോഗുമായി ഞാൻ വരുന്നവരേക്കും ടേക്ക് കെയർ ആൻഡ് ബൈ.